അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉറക്കം മനുഷ്യന് അനിവാര്യമാണ്. ചില സമയങ്ങളിലെ ഉറക്കങ്ങൾ മനുഷ്യന് വലിയ ഉന്മേഷവും ആരോഗ്യവും പകരുന്നതാണ്. എന്നല്ല, അത് നബിതങ്ങളുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. അത്തരം ഒരു ഉറക്കമാണ് അൽ ഖൈലൂല, ഉച്ച സമയത്തുള്ള ഉറക്കം. ഇത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഖീലു ഫഇന്ന ശയാതീന ലാ തഖീലു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉച്ച ഉറക്കം പതിവാക്കണം, കാരണം പിശാചുക്കൾ ഉച്ച സമയത്ത് ഉറങ്ങുകയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചുക്കൾ ഖൈലൂല ഉറങ്ങുകയില്ല, ഉച്ച സമയത്ത് ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹത്തെ ആ ഉറക്കത്തിന് പ്രേരിപ്പിക്കുകയാണ്. എന്താണ് ഖൈലൂല എന്ന് പറഞ്ഞാൽ? ഉച്ച ഉറക്കത്തെ സംബന്ധിച്ച് പറയുന്ന അറബിയിലെ ഒരു പദപ്രയോഗമാണ് ഖൈലൂല. ഖൈലൂലയുടെ സമയത്തെ സംബന്ധിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങളിലാണ്. ഒരു വിഭാഗം ആളുകൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, മഹാനായ ഇമാം ഖതീബു ഷർബീനി തുടങ്ങിയ പ്രമുഖരെല്ലാം അക്കൂട്ടത്തിലാണ്. അവർ പറയുന്നത് ഇതാണ്: ഹിയ നൗമു ഖബ്ല സവാൽ ഐ ഖബ്ല ളുഹർ. ഖൈലൂല എന്ന് പറഞ്ഞാൽ സവാലിന് മുമ്പ്, ളുഹറിന് മുമ്പ് ഉറങ്ങലാണ്. ഇമാം മുനാവി പോലെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാർ പറയുന്നത് അന്നൗമു ബഅദ സവാൽ, അത് ളുഹറിന് ശേഷം, സവാലിന് ശേഷം ഉറങ്ങലാണ്. അതിനാണ് ഖൈലൂല എന്ന് പറയുന്നത്. എന്തായാലും ഉച്ച സമയത്തുള്ള ഉറക്കം അത് ശരീരത്തിന് വളരെ അധികം ഗുണം ചെയ്യും, ഉന്മേഷം പകരും. അത് നബിതങ്ങളുടെ ഒരു സുന്നത്ത് കൂടിയാണ്. ഇമാം ഖതീബ് ഷർബീനി റഹിമഹുല്ലാ പറയുകയാണ്, യുസന്നു ലിൽ മുതഹജ്ജിദി അൽ ഖൈലൂല. തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാൾക്ക് ഖൈലൂല ഉറങ്ങൽ സുന്നത്താണ്. വഹിയ നൗമു ഖബ്ല സവാൽ വഹിയ ബിമൻസിലതി സുഹൂരി ലിസ്വായിം. നോമ്പുകാരൻ അത്താഴം കഴിക്കുന്നതിന്റെ സ്ഥാനത്താണ് ആ ഉറക്കമെന്ന് മഹാനായ ഇമാം ഖതീബ് ഷർബീനി. അതായത് നോമ്പുകാർക്ക് പകൽ സമയത്ത് ഉന്മേഷവും അവർക്ക് നോമ്പിന് ആരോഗ്യവും ഉണ്ടാകാൻ സഹർ സുന്നത്തായതുപോലെ, അത്താഴം കഴിക്കൽ സുന്നത്തായതുപോലെ, തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് രാത്രി സമയത്ത് എഴുന്നേൽക്കാൻ ഉച്ചക്ക് ഉറങ്ങൽ സുന്നത്താണെന്ന് അദ്ദേഹം പറയുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പല രീതിയിലുള്ള മഹത്വങ്ങളാണ് വിവരിച്ചിട്ടുള്ളത്. ഈ ഉറക്കത്തിലൂടെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ പൂർണ്ണമായി അത് വളർത്തുന്നതാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇപ്രകാരമാണ്: നൗമതു നിസ്ഫിൻ നഹാർ, ഉച്ച സമയത്തുള്ള ഉറക്കം തുസീദുൽ അഖൽ, അത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്. മഹാനായ അബ്ദുല്ലാ റഹിമഹുല്ലാ പറയുന്നു, നൗമതു നിസ്ഫിൻ നഹാർ, ഉച്ച സമയത്തുള്ള ഉറക്കം യഅദിലു ശർബത ദവാ, ഒരു മരുന്ന് കഴിക്കുന്നതിന് തുല്യമാണ്. അതായത് ഒരു രോഗിക്ക് മരുന്ന് കഴിക്കുന്നതിൽ കൂടി അവന്റെ രോഗം സുഖപ്പെടുന്നത് പോലെ അത്രയും പവറാണ് ഒരു മനുഷ്യന് ഉച്ച ഉറക്കം എന്നുള്ളത് എന്ന് മഹാനായ അബ്ദുല്ലാ റഹിമഹുല്ലാ പറയുന്നു. ഉച്ച സമയത്തുള്ള ഉറക്കമെന്ന് പറയുമ്പോൾ പല ആളുകൾക്ക് ജോലി തിരക്കിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുടെ പേരിൽ അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ആ സമയത്ത് പല രീതിയിലുള്ള ഡ്യൂട്ടികളും വർക്കുകളും ഉണ്ടാകാം. എന്തായിരുന്നാലും ഉച്ച ഉറക്കം എന്ന് പറയുമ്പോൾ, ഖൈലൂല എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങേണ്ട ആവശ്യമില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഒന്ന് ചെറുതായി മയങ്ങി അവന് ആ സുന്നത്ത് കരസ്ഥമാക്കാം. എന്നല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഉറങ്ങിയില്ല എങ്കിലും ആ സമയത്ത് അല്പനേരം കിടന്ന് ഒരു ഇസ്തിറാഹത്ത്, റാഹത്തെടുത്താൽ ഖൈലൂലത്തിന്റെ സുന്നത്ത് കരസ്ഥമാകുന്നതാണ്. മഹാനായ ഇമാം സനാനി റഹിമഹുല്ലാ പറയുന്നു, അൽ ഖൈലൂല അൽ ഇസ്തിറാഹത്തു നിസ്ഫിൻ നഹാർ വ ഇല്ലം യകുൻ മഅഹാ നൗം. ഖൈലൂല എന്ന് പറഞ്ഞാൽ റാഹത്തെടുക്കലാണ് ഉച്ച സമയത്ത്. അത് ഉറങ്ങിയില്ല എങ്കിലും
കൈലൂല കരസ്ഥമാകുന്നതാണ്. അതുകൊണ്ട് ഉച്ച ഉറക്കം നല്ല ഉറക്കമാണ്. ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, ആരോഗ്യം പകരുന്നു. രാത്രി ഒരു മനുഷ്യന് തഹജ്ജുദ് നമസ്കരിക്കാൻ സഹായിക്കുന്നു. ഉറങ്ങാൻ കഴിയാത്തവർ ഇമാം സനാനി പറഞ്ഞതുപോലെ ചെറുതായി ഒന്ന് കിടന്ന് വിശ്രമിക്കലും പ്രവാചകന്റെ സുന്നത്ത് കരസ്ഥമാക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബിതങ്ങളുടെ ചര്യകൾ അനുധാവനം ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu